ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് നടക്കാൻ വേണ്ടി പോവാണ് അല്ലേ. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 2026 പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു. നമുക്കറിയാം ആ പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ പരീക്ഷകൾ ഏത് തീയതികളിലാണ് നമുക്കറിയാം 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ആ 3 ഘട്ടം ഏതൊക്കെ തീയതികളിലാണ്, ഹോൾ ടിക്കറ്റ് എന്ന് ലഭിക്കും, അതുപോലെ ഏതൊക്കെ പരീക്ഷകളാണ് നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ കൂടെ വരുന്നത് എന്ന് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അതുപോലെ സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് മാർക്ക് കൂടുതൽ നമുക്ക് പ്രയോറിറ്റിയായി നോക്കേണ്ടത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ നിങ്ങളോട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ആ ഒരു എക്സാം ഡേറ്റും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഡേറ്റ് നോക്കിയാലോ. ഇതാണ് എക്സാം ഡേറ്റ് അല്ലേ, ഇതാണ് എക്സാം ഡേറ്റ്. അതായത് ആദ്യഘട്ട പരീക്ഷ നടക്കുന്നത് എപ്പോഴാണ്? മെയ് മാസം 2-ാം തീയതി. ആദ്യഘട്ടം നടക്കാൻ വേണ്ടി പോകുന്നത് മെയ് മാസം 2-ാം തീയതിയും, 2-ാം ഘട്ടം മെയ് മാസം 16-ാം തീയതിയും, 3-ാം ഘട്ടം ജൂൺ മാസം 6-ാം തീയതിയുമാണ്. ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ഏകദേശം ബൈ ട്രാൻസ്ഫർ ഉൾപ്പെടെ 21ഓളം തസ്തികകളാണ് ഈ ഒരു പരീക്ഷയുടെ കൂടെ നടത്തുന്നത് അല്ലെ. 21ഓളം തസ്തികകളിലേക്കാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാ ആളുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ബൈ ട്രാൻസ്ഫർ അല്ലാത്ത പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ ഈ പരീക്ഷകളുടെയൊക്കെ എക്സാം ഡേറ്റ് 3 ഘട്ടങ്ങളായിട്ട് മെയ് മാസം 2 ഘട്ടം, ജൂൺ മാസം 1 ഘട്ടം എന്നിങ്ങനെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. എങ്കിലും ഇവയുടെ നമ്മുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് എപ്പോൾ ലഭിക്കും നമുക്ക് നോക്കിയാലോ. മെയ് 2-ന് പരീക്ഷ നടക്കുന്ന ആ പരീക്ഷ നടക്കുന്ന പരീക്ഷാർത്ഥികൾക്കുള്ള ഹോൾ ടിക്കറ്റ് ഏപ്രിൽ മാസം 18-ാം തീയതി, അതായത് ഈ മാസം 18-ാം തീയതി, വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലേ, വിഷു കഴിഞ്ഞ് 3 ദിവസം കൂട്ടിക്കോ, 3 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ മെയ് മാസത്തെ ആരൊക്കെയാണോ മെയ് മാസത്തെ 1-ാം ഘട്ട പരീക്ഷ എഴുതുന്ന അവർക്കുള്ള ഹോൾ ടിക്കറ്റ് ലഭിക്കും. 2-ാം ഘട്ട പരീക്ഷ നടക്കുന്നത് മെയ് 16-നാണ്. അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാവുക മെയ് 2 മുതലാണ്. 1-ാം ഘട്ടക്കാർ പരീക്ഷ എഴുതുന്ന അന്നു മുതൽ 2-ാം ഘട്ടക്കാർക്കുള്ള ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. 2-ാം ഘട്ടക്കാർക്കുള്ള ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. പിന്നെ 3-ാം ഘട്ടം നടക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. ജൂൺ 6-നാണ് 3-ാം ഘട്ടം. അതിന്റെ ഹോൾ ടിക്കറ്റ് മെയ് മാസം 23-ാം തീയതി മുതൽ ലഭിച്ചു തുടങ്ങും അല്ലെ. മെയ് മാസം 23. ഇങ്ങനെയാണ് പരീക്ഷാ തീയതികളും അതുപോലെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതികളും എന്ന് പറയുന്നത്. മെയ് 2-ന് 1-ാം ഘട്ട പരീക്ഷ, അതിന്റെ ഹോൾ ടിക്കറ്റ് ഏപ്രിൽ 18 മുതൽ ലഭിക്കും. മെയ് 16-ന് 2-ാം ഘട്ട പരീക്ഷ, അതിന്റെ ഹോൾ ടിക്കറ്റ് മെയ് 2 മുതൽ ലഭിക്കും. 3-ാം ഘട്ട പരീക്ഷ ജൂൺ 6-നാണ്. അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് മെയ് മാസം 23-ാം തീയതിയാണ്. നിങ്ങൾ നോക്കുക, അതായത് ജൂൺ മാസം പരീക്ഷ കഴിയും. ജൂൺ മാസം പരീക്ഷ കഴിഞ്ഞാൽ ഇതാ തൊട്ടടുത്ത 2 മാസം കഴിയുമ്പോൾ വീണ്ടും വരുന്നു മെയിൻസ്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ്, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ 3 മാസങ്ങളിലായിട്ട് നമുക്ക് മെയിൻ എക്സാമും ഇവിടെ വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോക്കുക, ജൂൺ 6-നാണ് 3-ാം ഘട്ടം കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ജൂലൈ എന്ന് പറയുന്ന 1 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ ഓഗസ്റ്റ് മാസം നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഓഗസ്റ്റ് മാസം തന്നെ ഉണ്ടാകും. മെയ് ടു ജൂലൈ പറഞ്ഞിട്ട് മെയ്യിലും ജൂണിലും പരീക്ഷ നടത്തി. അപ്പൊ ഒന്നുകിൽ ഓഗസ്റ്റിൽ ഉണ്ടാകും, ഇനി ഓഗസ്റ്റിൽ ഇല്ലെങ്കിൽ സെപ്റ്റംബർ, അതുപോലെ ഒക്ടോബർ മാസം. അതായത് 2 മാസം മാത്രമായിരിക്കും മെയിൻസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. വെറും 2 മാസം. അപ്പൊ 2 മാസമാണ് മെയിൻസിന് വേണ്ടി പഠിക്കാൻ നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങളുടെ ഈ ഓരോ ഘട്ട പരീക്ഷയും കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾ ഏകദേശം നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന ഒരു 60 അല്ലെങ്കിൽ 50 മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം മുതൽ തന്നെ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. വെറും 2 മാസമാണ്. അതിൽ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുമെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അതിന്റെ സിലബസ് വരുമ്പോഴാണ് കൃത്യമായിട്ടും പറയുക. അതുകൊണ്ട് നിലവിലെ സിലബസ് ഏതാണോ ആ സിലബസ് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് മെയിൻസിന് വേണ്ടി നിങ്ങൾ നടത്തേണ്ടത്. മെയിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം നിങ്ങൾ അതിൽ ഈ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ എല്ലാ ആളുകൾക്കും മെയിൻസ് എക്സാം എഴുതാൻ പറ്റും.
പക്ഷേ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ, ജോലി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് എവിടെയാണ്? ഈ പറയുന്ന മെയിൻ എക്സാം പാസ്സാവുകയാണ് വേണ്ടത്. മെയിൻ എക്സാമിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലും അതുപോലെ ജോലി ലഭിക്കാനും നിങ്ങൾക്ക് അവിടെ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പഠനം ഇതാ ഈ പറയുന്ന മെയിൻ എക്സാമിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. പക്ഷേ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ മെയിൻസ് എക്സാം എഴുതാനും സാധിക്കൂ എന്ന വസ്തുത അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ രണ്ടിനും കൊടുക്കണം. ഇവിടെ 2 മാസമാണ്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. ബാക്കി ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ അതിൽ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി പഠിച്ചു പോവുക. എങ്കിൽ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രിലിംസും മെയിൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമുകൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ 017/2025 ഏതാണ്? SBCID അല്ലേ? നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ ഒരു എക്സാം ഉണ്ട്. ഡിഗ്രി ലെവലാണ്, അതായത് സ്റ്റേറ്റ് വൈഡ് ആണ്. അതുപോലെ 187/2025 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ്. അതുപോലെ അതിന്റെ ബൈ ട്രാൻസ്ഫർ എക്സാം നടക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ്. പിന്നെ 269/2025 അസിസ്റ്റന്റ് ആണ്. എവിടേക്കാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ്, അതും സ്റ്റേറ്റ് വൈഡ് എക്സാം. പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 തസ്തികകളാണ്. ഒന്ന് 382/2025 ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ക്ലർക്ക് ഗ്രേഡ് 1, അതുപോലെ അല്ലെങ്കിൽ ടൈം കീപ്പർ ഗ്രേഡ് 2, അതുമല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അത് ഒന്നാമത്തെ ആണ്, 1ാം ഗ്രൂപ്പ്. അതിൽ വരുന്നത് KSFE, KSEB, KMML, അതുപോലെ കെൽട്രോൺ, മലബാർ സിമന്റ്സ്, TTPL, ക്യാംകോ തുടങ്ങിയവ സ്റ്റേറ്റ് വൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഡിഗ്രി തലത്തിലുള്ള സർക്കാർ ജോലിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 1ാമത്. 2ാമതും അത് തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. പക്ഷെ അത് അറിയപ്പെടുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ LD ക്ലർക്ക് അല്ലെങ്കിൽ ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിപ്പോ അസിസ്റ്റന്റ്. അതായത് ഇത് ഓരോ വകുപ്പിലും, KSRTC-യിലൊക്കെയാണ് ചിലപ്പോൾ ഡിപ്പോ അസിസ്റ്റന്റ് എന്നായിരിക്കും ചിലപ്പോൾ അവിടെ അറിയപ്പെടുന്നത്. അങ്ങനെ ഓരോ വകുപ്പിലും ഓരോ പേരാണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വരുന്നത് എവിടെയൊക്കെയാണ്? KSRTC, കേരള ലാൻഡ് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള തുടങ്ങിയവയിലേക്കാണ് 383/2025 എന്ന് പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 വരുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ 3000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികളെ, ചിലപ്പോൾ 4000 കടക്കും, അത്രത്തോളം ഉദ്യോഗാർത്ഥികളെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു 2 വകുപ്പുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 1ഉം 2ഉം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഇതാ യൂണിഫോം ജോലി സ്വപ്നം കാണുന്നവരുടെ പ്രിയപ്പെട്ട ആംഡ് പോലീസ് SI 446/2025, അതുപോലെ 448/2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെ, കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ. ഈ 2 പോസ്റ്റ്, ഒന്ന് ആംഡ് പോലീസിലേക്കും ഒന്ന് നമ്മുടെ പോലീസിന്റെ ജനറൽ ആയിട്ടുള്ള ഇതിലേക്കും വരുന്ന 2 തസ്തികകൾ അവിടെ കിടക്കുന്നു. പിന്നെ വരുന്നത് നിങ്ങൾ നോക്കുക, പിന്നെ 451/2025 ആണ്. എന്താണ്? അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 ആണ്. അസിസ്റ്റന്റ് ജയിലർ അല്ലെങ്കിൽ സബ് ജയിൽ സൂപ്രണ്ടന്റ് ഓഫ് സബ് ജയിൽ ആണ്. പിന്നെ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കുള്ള നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ പരീക്ഷ, അതാണ് 451/2025. പിന്നെ വരുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, അതിതാണ് അസിസ്റ്റന്റ്. എവിടത്തേക്കാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 454/2025 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. പിന്നെ വരുന്നത് 463/2023 സൂപ്പർവൈസർ ആണ്, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ, അതായത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്കുള്ള ഒരു സൂപ്പർവൈസർ പോസ്റ്റ് അവിടെ വരുന്നുണ്ട്. പിന്നെ 573/2025 ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ ആണ്. ഇത് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കാണ്, നമ്മുടെ LSTD ഡിപ്പാർട്ട്മെന്റിലേക്ക്, പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇലക്ട്രിസിറ്റി വിങ്ങിലേക്കാണ് ഈ പറയുന്ന ഒരു പോസ്റ്റ് വരുന്നത്. പിന്നെ 698/2025 നമ്മുടെ ഗസറ്റഡ് റാങ്കിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം
അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ദ കേരള നാഷണൽ സേവിംഗ് സർവീസസിലെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട, നിങ്ങൾ നോക്കുക, ഇത്രയും പ്രധാനപ്പെട്ട, അതായത് ഇവിടെ 3 ഉം 6 7 7 3 10 12 വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും കോമൺ ആയി എഴുതാൻ പറ്റുന്ന എക്സാമുകളാണ് നടക്കുന്നത്. ഈ 12 എക്സാമിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ആ ദൗത്യം എന്ത് ചെയ്യണം? നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ നന്നായി അധ്വാനിച്ചേ മതിയാകൂ. ഇനി മെയ് 2 എന്ന് പറയുന്ന നമ്മുടെ 1ാം ഘട്ട പരീക്ഷയ്ക്ക് അത്രയേ ദിവസങ്ങളുള്ളൂ, അത്രയേ നമുക്ക് മുന്നിലുള്ളൂ. ആ ദിവസങ്ങളെ നമ്മൾ എന്താകണം? നമ്മൾ നന്നായി അധ്വാനിക്കണം. നന്നായി അധ്വാനിച്ചാൽ മാത്രമേ ഈ പറയുന്ന സിലബസ് നമുക്ക് കീഴടക്കാൻ പറ്റൂ. ഈ പറയുന്ന സിലബസ് നമുക്ക് കീഴടക്കാൻ പറ്റൂ. നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ്? ഹിസ്റ്ററി 10 മാർക്കാണ്. ഹിസ്റ്ററി 10 മാർക്ക്. അതായത് നമ്മുടെ GKയിൽ ഏറ്റവും പ്രധാനത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഹിസ്റ്ററി, 10 മാർക്ക്. ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. ഓക്കെ, 5 മാർക്ക്. അതായത് അവിടെ ഹിസ്റ്ററിക്കാണ് പ്രാധാന്യം, 10 മാർക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 4 എണ്ണം കൂടി ചേർന്ന് നിങ്ങൾക്ക് 20 മാർക്ക്. അതിലൊക്കെ അത്യാവശ്യം നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാകും. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഇവിടെയും വരുന്നു 10 മാർക്ക്. അപ്പൊ 10 മാർക്കിന്റെ വെയിറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5. ഇത്രയും കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതാ ഈ 3 എണ്ണം വളരെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ട 3 എണ്ണം. അവർ 20 മാർക്കിന് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, 20 മാർക്കിന് ജനറൽ ഇംഗ്ലീഷ്, 10 മാർക്കിന് മലയാളം. അതായത് പ്രിലിംസില് 50 മാർക്കിന് മെമ്മാണ് നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മെമ്മ് 50 മാർക്കിന്റെ മെമ്മും ഹിസ്റ്ററിയും അതുപോലെ ആർട്സും ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് കൂടി ചേരുമ്പോൾ എത്രയാണ്? 70 മാർക്ക്. ബാക്കി 30 മാർക്കിന്റെ കാര്യങ്ങൾ. നിങ്ങളൊരു 50+ ഞാൻ പറയുന്നില്ല, 60+ നിങ്ങൾ സ്കോർ ഇവിടെ വാങ്ങിച്ചാൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും. 60+ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയാൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും. 50+ മതി, പക്ഷേ എങ്കിലും നമ്മളൊരു അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. 60+ നിങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. 60 or 60+ നിങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ്? പ്രിലിംസ് ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ സിലബസ്. ഈ സിലബസ്, വിശദമായ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. ആ സിലബസും NCERTയും കൂടി വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങുക. അതിലെ പ്രധാനപ്പെട്ട PYQ ചോദ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. വീണ്ടും വീണ്ടും ആവർത്തിച്ച ചോദ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ആ ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളെ കൃത്യമായി പരിശീലിച്ചു പോവുക. എക്സാം ഹാളിൽ എത്തുമ്പോൾ അത് തന്നെ നിങ്ങൾക്ക് അവിടെ വീണ്ടും കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾ തയ്യാറെടുത്ത് പോയാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാം, മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. ഇതാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്ന് നമുക്ക് മനസ്സിലായി. പരീക്ഷ എപ്പോഴാണെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് മനസ്സിലായി. ഏതാണ് സിലബസ്, പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയകൾ ഏതൊക്കെ, ഈ 3 എണ്ണം നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ. ബാക്കി 50-ൽ നിങ്ങൾ വാങ്ങിക്കുന്ന 30 മാർക്കൊക്കെ വാങ്ങിച്ചാൽ, ഇവിടെയും നിങ്ങൾ 50-ൽ ഒരു 40 വാങ്ങിച്ചാൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് അല്ലെ. 40, 30, 70 പോട്ടെ, ഇവിടെ 30 വാങ്ങിയാൽ പോലും നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും. 30 60 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ സ്കോർ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ പോയി കൃത്യമായ രീതിയിൽ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എന്താണ് ഈ വർഷം അവസാനത്തോടെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന ഒരു പോസ്റ്റ്, അതാണ് LDC 2027. അതിന്റെ ലോങ് ടേം ബാച്ച് ദാ മിന്റ് PSC ആരംഭിക്കുകയാണ്. 20-ാം തീയതി മുതൽ എന്താണ് LDC ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്നു. മെന്റർഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു, സിലബസിന് പ്രാധാന്യം കൊടുക്കുന്നു, PYQന് പ്രാധാന്യം കൊടുക്കുന്നു, ടെസ്റ്റ് സീരീസിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ പറയുന്ന 4 എണ്ണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിന്റെ എല്ലാം നമുക്ക് എല്ലാ ക്ലാസ്സിന്റെയും PDF പ്രിന്റബിൾ നോട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ ഇതാ ഈ ഒരു 4 കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ നേതൃത്വത്തിൽ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് സജ്ജീകരിച്ചിരിക്കുകയാണ് നമ്മൾ. അവിടെ നിങ്ങൾ വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഈ പറയുന്ന PYQന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ കാണുക, സിലബസും PYQയും വെച്ച് ഇവിടെ നിങ്ങൾ പഠിച്ചു പോവുക. തുടർന്ന് നിങ്ങൾ ടെസ്റ്റ് സീരീസ്, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ഉണ്ടാകും, നിങ്ങൾക്ക് വീക്കിലി എക്സാം ഉണ്ടാകും, നിങ്ങൾക്ക് മന്ത്ലി എക്സാം ഉണ്ടാകും,
കൂടാതെ നിങ്ങളെ വിലയിരുത്തുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോരുത്തരെയും കണ്ടുകൊണ്ടുള്ള മെന്റർഷിപ്പ്. അത് അക്കാഡമിക് ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ടുള്ള മെന്റർഷിപ്പ്. അതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മെന്റർഷിപ്പ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് മിന്റ് PSC ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് LDCക്കും LGSനും ഉണ്ട് നമുക്ക് ലോങ് ടേം ബാച്ച്. LDC LGS രണ്ട് ബാച്ചുകളും നമ്മൾ ഇതേ ഫോക്കസോടെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കും. ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മിന്റ് PSCയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. ആ രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കണ്ട, ഉടൻ തന്നെ ഇതാ ഈ 7907365854 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നാളെ രാത്രി 12 മണി വരെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ആളുകൾക്കും 30% ഇവിടെ നമ്മൾ ഫീസ് പിന്നെ കൊടുക്കുന്നത്, ഇളവ് കൊടുക്കുന്നത്. 30% ഇളവോടെയുള്ള ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ നാളെ, അതായത് ഞായറാഴ്ച രാത്രി 12 മണി വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 30% ഇളവാണ് നമ്മളിവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വിഷുവിന്റെ, അതായത് തിങ്കൾ ചൊവ്വ ബുധൻ, അതായത് 16-ാം തീയതി വരെ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ടിലും ഇവിടെ കോഴ്സ് പിന്നെ റെഡിയാണ്. 25%, അതായത് ഇപ്പോൾ എടുത്ത 30%, ഞായറാഴ്ചക്കുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത 30% ഫീസ് ഇളവും, അതല്ല ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച 16-ാം തീയതി വരെയാണെങ്കിൽ ഏപ്രിൽ 16 വരെ 25% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ബാച്ചുകൾ ലഭിക്കും. ആ ബാച്ച് നിങ്ങൾ വിചാരിക്കാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു തുടങ്ങും. അതായത് ഇന്നത്തെ തയ്യാറെടുപ്പ് നാളത്തെ വിജയമാണ്. മിന്റ് ഉദ്ദേശിക്കുന്നതും മിന്റ് മുന്നോട്ട് വെക്കുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ തരും. അതല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് മിന്റ് PSC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന സെർച്ച് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അവിടെ ഇഷ്ടംപോലെ രീതിയിലുള്ള കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്. അതിൽ LDCയോ LGSോ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കൂടാതെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1000ഓളം ചോദ്യങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. 1000ഓളം ചോദ്യങ്ങൾ, ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അതല്ല ഇതാ ഈ ഒരു കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തു നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, പെട്ടെന്ന് തന്നെ വരിക. കാരണം സാധാരണക്കാരന്റെ IAS എന്നറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുന്ന LDC നമുക്ക് സ്വന്തമാക്കണം. 2027 നടക്കുന്ന ഈ പരീക്ഷ നമ്മൾ ഒന്നാമതായി തന്നെ ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പ്. ആ ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ആ ഉറപ്പ് നമ്മളിവിടെ പാലിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സെറ്റാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഒക്കെ കൃത്യമായി രീതിയിൽ പോകുന്നു. അപ്പൊ അതിലൊക്കെ വരിക. അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വരുന്ന പരീക്ഷകളിലൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ബാച്ചോ, ഏറ്റവും നല്ല ക്ലാസ്സുകളും, അതുപോലെ ഏറ്റവും പുതിയ PSCയുമായി ബന്ധപ്പെട്ടോ, അല്ലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ, അല്ല മറ്റേതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ടോ, അതിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.